ഡിയേഴ്സ്. അപ്പോൾ ഇന്ന് നമ്മളുള്ളത് റോസ് ഗാർഡനിലാണേ. ഊട്ടിയിലെ റോസ് ഗാർഡനിൽ ഫ്ലവർ ഷോ നടക്കുന്നുണ്ട്. അപ്പോൾ അത് കാണുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത്. ഇത് മെയ് മാസമാണ് കേട്ടോ നമ്മൾ പോയിട്ടുള്ളത്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പോയ വഴികളും അതുപോലെ സ്റ്റേ ചെയ്ത സ്ഥലമൊക്കെ ഷെയർ ആക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് കണ്ടു നോക്കണേ. ഞങ്ങൾ ആ റൂമിൽ നിന്നും രാവിലെ തന്നെ പുറപ്പെട്ടു. നല്ല മഴക്കാറുണ്ട് കേട്ടോ. റോസ് ഗാർഡനിലേക്ക് വന്നപ്പോഴേക്കും ചെറുതായിട്ടൊന്ന് മഴ പൊടിയുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ മഴക്കാറ് നന്നായിട്ടുണ്ട്. അപ്പോൾ എത്രത്തോളം നമുക്ക് കാണാൻ പറ്റുമെന്ന് അറിയില്ല. വീഡിയോയിൽ നിങ്ങൾ കാണുന്നത് പോലെ തന്നെ പല കളറിലുള്ള റോസാപ്പൂക്കൾ കൊണ്ട് പല വിധത്തിലുള്ള ബേഡ്സിനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ പല രൂപങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അടിപൊളിയാണ് കേട്ടോ ഇതൊക്കെ കാണാനായിട്ട്. ഇപ്പോൾ ഇവിടെ സീസൺ ആയതുകൊണ്ട് തന്നെ എല്ലായിടത്തും തിരക്കാണ് കേട്ടോ. ഞാൻ ആദ്യം വിചാരിച്ചിരുന്നത് എല്ലാ ഭാഗങ്ങളും തിരക്കൊന്നുമില്ല എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ നമ്മൾ ട്രാവൽ സ്റ്റാർട്ട് ചെയ്തത്. പക്ഷെ നമ്മൾ ഓരോ ഡെസ്റ്റിനേഷനിൽ എത്തുമ്പോഴേക്കും കാർ പാർക്കിങ്ങിന് തന്നെ നല്ല ക്യൂ ഉണ്ട്. പിന്നെ നമ്മൾ അവിടെ എത്തിക്കഴിയുമ്പോഴേക്കും ടിക്കറ്റ് എടുക്കാൻ ക്യൂ, അങ്ങനെ എല്ലാം. അതായത് സീസണായിട്ട് നമ്മൾ ഒരു സ്ഥലത്ത് വിസിറ്റ് ചെയ്യുമ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ടുകൾ ഒരുപാടുണ്ടാവും കേട്ടോ. അതേസമയം നമ്മൾ സീസൺ അല്ലാത്ത സമയത്താണ് നമ്മളിവിടെ വിസിറ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത്രയും ക്യൂവിലൊന്നും നിന്ന് നമ്മുടെ സമയങ്ങൾ പോവില്ല. നമുക്ക് ഒരുപാട് സമയം പോയതുപോലെ ഫീൽ ചെയ്തായിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ ഞങ്ങൾ എന്നിട്ട് റോസ് ഗാർഡനൊക്കെ വിസിറ്റ് ചെയ്ത ശേഷം ഞങ്ങൾ തിരിച്ച് അന്ന് മഴയായതുകൊണ്ട് തന്നെ തിരിച്ച് റൂമിലേക്ക് പോകുന്നായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ടാണ് കേട്ടോ റൂമിലേക്ക് പോകുന്നത്. പിന്നെ ഞങ്ങൾ ഈവനിങ്ങിന് നമ്മുടെ തൊട്ടടുത്തുള്ള തേയിലത്തോട്ടത്തിൽ ഒന്ന് ട്രക്കിങ്ങിന് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കുറച്ച് വീഡിയോസാണ് കേട്ടോ ഇനി ഞാൻ കാണിക്കുന്നതൊക്കെ. നല്ല അടിപൊളി വ്യൂ ആണ്. ആ കാണുന്ന ആ ഒരു വില്ലയുണ്ടല്ലോ, ആ ഒരു ബ്ലൂ കളറിൽ, അതിലായിരുന്നു നമ്മൾ സ്റ്റേ ചെയ്തത്. അതിൻ്റെ തൊട്ടടുത്തുള്ള തോട്ടമാണ് കേട്ടോ ഇത്. അപ്പോൾ നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ശരിക്കും നമുക്ക് ഇത് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ തീർച്ചയായിട്ടും ഈ ഒരു തോട്ടം ഒന്ന് നടന്ന് നോക്കാം എന്ന് വിചാരിക്കും. പിന്നെന്താ, മോർണിംഗ് വൈബ് അതും അടിപൊളിയാണ് കേട്ടോ. ഈവനിങ്ങും സൺസെറ്റും അതുപോലെ സൺറൈസും നല്ല അടിപൊളിയായിട്ട് നമുക്ക് അവിടെ നിന്ന് കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ ഈ ഒരു ട്രക്കിങ്ങിന് പോയതെന്ന് വെച്ചാൽ ഒരു 5:30-6 മണി ആ ഒരു ടൈമിലായിരുന്നു കേട്ടോ. ശരിക്കും സൺസെറ്റൊക്കെ നമുക്ക് നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റി. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ റൂമിൽ വന്ന് റെസ്റ്റൊക്കെ എടുത്ത് ഫുഡൊക്കെ കഴിച്ച് എല്ലാം കഴിഞ്ഞ് പിന്നെ ഒരു 9 മണിയായപ്പോഴേക്കും നമ്മുടെ ഈ ഒരു വില്ലയുടെ ഓണേഴ്സ് നമുക്ക് ക്യാമ്പ് ഫയർ സെറ്റ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അടിപൊളിയായിട്ട് ക്യാമ്പ് ഫയർ നമ്മൾ അറ്റൻഡ് ചെയ്തായിരുന്നു കേട്ടോ. നമ്മൾ മാത്രമല്ല 3 ഫാമിലി ആയിരുന്നു നമ്മൾ മൊത്തം. അപ്പോൾ എല്ലാവരും കൂടി അടിപൊളിയായിരുന്നു ആ ഒരു വൈബ് എന്ന് പറയുന്നത്.
അങ്ങനെ രാത്രിയിലത്തെ നീണ്ട ഉറക്കമൊക്കെ കഴിഞ്ഞ് രാവിലെ ആയിട്ടുണ്ട്. ആ രാവിലത്തെ കാഴ്ചകളാണ് കേട്ടോ ഈ ഒരു വ്യൂ എന്ന് പറയുന്നത്. അതായത് നമ്മുടെ റൂമിൽ നിന്ന് ബാൽക്കണിയിൽ ഇറങ്ങി നിന്നാൽ കാണുന്ന ആ ഒരു വ്യൂ ആണ് ഇപ്പോൾ ഞാൻ എടുത്ത് കാണിച്ചത്. ഇനി ഞങ്ങൾ അടുത്ത ഡെസ്റ്റിനേഷനിലേക്കാണ് പോയത്. അത് ദൊഡ്ഡാപേട്ട എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് കേട്ടോ പോയത്. എല്ലായിടത്തും ക്യൂ ആണ് കേട്ടോ. പാർക്കിങ്ങിന് ഭയങ്കര ക്യൂ ആയിരുന്നു ഈ ഒരു സ്ഥലത്ത്. നമ്മൾ തലേദിവസം ദൊഡ്ഡാപേട്ട ലക്ഷ്യം വെച്ച് പോയതാണ്. പക്ഷെ അവിടുത്തെ ക്യൂ കണ്ട് ഞങ്ങൾ തിരിച്ചു പോരുകയായിരുന്നു ചെയ്തത്. എന്നിട്ടാണ് പിന്നെ ഞങ്ങൾ റൂമിൽ പോയി പിന്നെ ട്രക്കിംഗ് ഒക്കെ നടത്തിയത്. അപ്പോൾ ഇത് നെക്സ്റ്റ് ഡേ ഞങ്ങൾ മോർണിംഗിൽ തന്നെ ഈ ദൊഡ്ഡാപേട്ട കാണാൻ വേണ്ടിയിട്ട് വന്നതായിരുന്നു. പക്ഷെ നല്ല എന്താ പറയുക, പാർക്കിങ്ങിന് നന്നായിട്ട് നമുക്ക് അവിടെ സമയം പോയിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ചധികം നടക്കാനുണ്ട് ഈ ഒരു പീക്കിലേക്ക് എത്താനായിട്ട്. ഒരു ശരിക്കും ഒരു പീക്ക് പോയിൻ്റ് ആണ് കേട്ടോ. അപ്പോൾ ഇവിടെ നിന്ന് നോക്കിയാൽ പല വ്യൂസ് നമുക്ക് കാണാൻ പറ്റും. ഓരോ ദിശയിലുള്ള ഓരോ വ്യൂസാണ് ഇവിടെ വരുന്നത്. ഊട്ടി വ്യൂ ഉണ്ട്, അവലാഞ്ചി ഡാമിൻ്റെ വ്യൂ വരുന്നുണ്ട്. അങ്ങനെ ഓരോ സൈഡിലും അത് ഏത് വ്യൂ ആണെന്നുള്ളത് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതനുസരിച്ചിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു ഡയറക്ഷനിൽ നമുക്ക് ആ ഒരു വ്യൂ കിട്ടും. അങ്ങനെയാണ് കേട്ടോ. പിന്നെ അതുപോലെ ഇവിടെ ഒരു ടവർ ഉണ്ട്. ആ ടവറിൻ്റെ മുകളിൽ നിന്നും കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് നമുക്ക് ഈ ഒരു വ്യൂ ഒക്കെ കാണാൻ പറ്റും. ഫുൾ പ്രകൃതിയാണ് കാണാനായിട്ട്. ശരിക്കും പ്രകൃതിനെ സ്നേഹിക്കുന്നവർക്ക് ശരിക്കും നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലം തന്നെയാണ് ഊട്ടി എന്ന് പറയുന്നത്. അപ്പം ഈ ഒരു ദൊഡ്ഡാപേട്ട എന്ന് വെച്ചാൽ ശരിക്കും ദൊഡ്ഡ എന്ന് വെച്ചാൽ ബിഗ് എന്നുള്ള മീനിങ് ആണ്. കന്നഡയിലാണ് ബിഗ് എന്ന് വരുന്നത്. അതുപോലെ ബേട്ട എന്ന് വെച്ചാൽ മൗണ്ടൻ എന്നാണ് മീനിങ് വരുന്നത് കേട്ടോ. അതായത് ഒരു ബിഗ് മൗണ്ടൻ എന്നുള്ള രീതിയിലാണ് ഈ ഒരു സ്ഥലത്തിന് ഈ പേര് വന്നത്. അങ്ങനെ നമ്മുടെ 2 ദിവസത്തെ ട്രിപ്പും കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് മേട്ടുപ്പാളയം പിടിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഗൂഗിൾ മാപ്പ് കാണിച്ചു തന്ന വഴിയിലൂടെ നമ്മളങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. പക്ഷേ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഊട്ടിയിലേക്ക് വന്ന വഴിയല്ല നമ്മൾ തിരിച്ചു പോയത് കേട്ടോ. ഒരു തോട്ടം സൈഡിൽ കൂടെയാണ് പോയത്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ വന്ന വഴിയേലും അടിപൊളി വ്യൂ എന്ന് പറഞ്ഞാൽ നമ്മൾ ഊട്ടിയിൽ കണ്ടിരിക്കേണ്ട വ്യൂ ഇതാണ്. ശരിക്ക് നമ്മൾ വന്ന വഴിയിനേലും അടിപൊളി എന്ന് പറയുന്നത് ഈ ഒരു തിരിച്ചു പോയ വഴിയായിരുന്നു. അതുകൊണ്ട് ഞാൻ കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. എല്ലാം തോട്ടങ്ങളാണ് കേട്ടോ കൂടുതൽ ഈ ഒരു ഭാഗത്ത് വരുന്നത്. നല്ല നല്ല ക്യാരറ്റിൻ്റെ തോട്ടങ്ങളുണ്ട്, തേയിലത്തോട്ടങ്ങളുണ്ട്. കൂടുതലും വെജിറ്റബിൾ ഉണ്ട്, കൃഷി ചെയ്യുന്ന തോട്ടങ്ങളാണ് കൂടുതലുള്ളത് കേട്ടോ. ക്യാബേജിൻ്റെ തോട്ടങ്ങളുണ്ട്. അങ്ങനെ നല്ല രസമുണ്ട് കാണാനായിട്ട്. നമ്മൾ ഊട്ടിയിലേക്ക് ഇങ്ങനെ വിഷ്വൽസൊക്കെ കാണൂലേ, സീനറീസൊക്കെ അതിലൊക്കെ കാണില്ലേ ഇതുപോലെ പൈൻ മരങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു ഊട്ടി. ആ ഒരു വ്യൂ എന്ന് പറയുന്നത് ശരിക്കും നമുക്ക് ഇവിടെയാണ് കിട്ടിയിട്ടുള്ളത് കേട്ടോ. ശരിക്കും നമ്മൾ ഈ ഒരു റൂട്ടല്ല പോയിരുന്നെങ്കിൽ നമുക്കിതൊന്നും കാണാൻ പറ്റില്ലായിരുന്നു. അത്ര അടിപൊളി വ്യൂ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ അതുകൊണ്ടാണ് കേട്ടോ കുറേ വീഡിയോസ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്.
അപ്പോൾ ഇന്നത്തെ വീഡിയോസിലെ വിശേഷങ്ങളൊക്കെ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ഇനി നല്ല വീഡിയോസൊക്കെ ആയിട്ട് വരാം. താങ്ക് യു ഫോർ വാച്ചിങ് ഡിയേഴ്സ്.